വിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നും ഒഴുകുന്നൊരു മഹാനദി. വിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നും ഒഴുകുന്നൊരു മഹാനദി. അതിൽ ഞാൻ നീന്തുവാൻ തുടങ്ങിയപ്പോൾ ആനന്ദം എൻ ഹൃദയത്തിൽ. ആനന്ദം എൻ ഹൃദയത്തിൽ. ജീവജലനദിയിൽ യാനം ചെയ്തു നരിയാണിയോളം തീർന്നു വെള്ളം. ജീവജലനദിയിൽ യാനം ചെയ്തു നരിയാണിയോളം തീർന്നു വെള്ളം. അപ്പോഴും ഞാൻ ആനന്ദിപ്പാൻ തുടങ്ങി. എന്തോരു സന്തോഷം, എന്തോരു സന്തോഷം, എന്തോരു സന്തോഷം എൻ ഹൃദയത്തിൽ. എന്തോരു സന്തോഷം, എന്തോരു സന്തോഷം, എന്തോരു സന്തോഷം എൻ ഹൃദയത്തിൽ. മുട്ടോളം വെള്ളത്തിൽ കൂടെ നടന്നു ശത്രുവിൻ ശക്തിയെ സദാ കൗതുക. മുട്ടോളം വെള്ളത്തിൽ കൂടെ നടന്നു ശത്രുവിൻ ശക്തിയെ സദാ കൗതുക. സ്തോത്രം സ്തുതികളി പാടിട്ട്, സ്തോത്രം സ്തുതികളി പാടിട്ട് നൃത്തം തുടങ്ങി, നൃത്തം തുടങ്ങി, ഞാൻ നൃത്തം തുടങ്ങി. സ്വർഗീയമോദത്താ നൃത്തം തുടങ്ങി, ഞാൻ നൃത്തം തുടങ്ങി, നൃത്തം തുടങ്ങി. അരയോളം വെള്ളത്തിൽ ചെന്ന നേരം ആശ്ചര്യം കുറിക്കൊണ്ടങ്ങാട്ടുപാടി. അരയോളം വെള്ളത്തിൽ ചെന്ന നേരം ആശ്ചര്യം കുറിക്കൊണ്ടങ്ങാട്ടുപാടി. ആശ്വാസപ്രദൻ എന്നെ ഉള്ളിൽ വന്നു, ആശ്വാസപ്രദൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ പാടി, ഹല്ലേലൂയ പാടി, ഹല്ലേലൂയ പാടി. ഹല്ലേലൂയ പാടി, ഹല്ലേലൂയ പാടി, ഹല്ലേലൂയ പാടി. വീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയാൽ എന്റെ പ്രാണനാഥൻ. വീട്ടല്ലാതെ കടപ്പാൻ വയ്യാത്ത ആത്മനദിയാൽ എന്റെ പ്രാണനാഥൻ. സ്നാനപ്പെടുത്തി എന്നെ അത്ഭുതമേ, സ്നാനപ്പെടുത്തി എന്നെ അത്ഭുതമേ. നിറഞ്ഞു സന്തോഷം, നിറഞ്ഞു സന്തോഷം, നിറഞ്ഞു സന്തോഷമുണ്ടായി. ചേർന്നടിയട്ടെ, കരകളെ അടിച്ച് ആത്മനിറവ്. നിറഞ്ഞു സന്തോഷമുണ്ടായി. ആത്മസ്നാനം പ്രാപിക്കുന്ന പ്രിയരെ സന്താപം നീക്കി സന്തോഷം വേണമോ. ആത്മസ്നാനം പ്രാപിക്കുന്ന പ്രിയരെ സന്താപം നീക്കി സന്തോഷം വേണമോ. വേഗം വന്ന് എന്ന നിറച്ചുകൊള്ളാൻ, വേഗം വന്ന് എന്ന നിറച്ചുകൊള്ളാൻ. അന്ത്യനാളായല്ലോ, 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 താമസം വേണ്ട. അന്ത്യനാളായല്ലോ, അന്ത്യനാളായല്ലോ, അന്ത്യനാളായല്ലോ. വിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നു ഒഴുകുന്നൊരു മഹാനദി. വിശുദ്ധ സിംഹാസനത്തിന്റെ കീഴിൽ നിന്നും ഒഴുകുന്നൊരു മഹാനദി. അതിൽ ഞാൻ നീന്തുവാൻ തുടങ്ങിയപ്പോ, അതിൽ ഞാൻ നീന്തുവാൻ തുടങ്ങിയപ്പോ ആയെന്തു ആനന്ദം, ആയെന്തു ആനന്ദം, ആയെന്തു ആനന്ദം എൻ ഹൃദയത്തിൽ. ആയെന്തു ആനന്ദം, ആയെന്തു ആനന്ദം, ആയെന്തു ആനന്ദം എൻ ഹൃദയത്തിൽ. ഒരു നിമിഷം കൂടി തലകളെ വണക്കി നമുക്ക് പ്രാർത്ഥിക്കാം. നാം എടുത്ത സ്തോത്ര കാഴ്ചയ്ക്കായിട്ടും തുടർന്ന് നടക്കുന്ന
ദൈവജന ശുശ്രൂഷയ്ക്കായിട്ട് നമ്മളെല്ലാവരും ഒരുമിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പാസ്റ്റർ ബ്ലസൻ ജോൺ കൊമ്പിളി സെക്ഷൻ പ്രസ്ബിറ്റർ മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ല കർത്താവേ, ഈ മഹായോഗത്തിൻ്റെ 2ാം ദിനം അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യമുള്ളതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ആലോചനകൾക്കായി, ദൈവിക അരുളപ്പാടുകൾക്കായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം. അങ്ങയുടെ ഭിത്യനെ ഞങ്ങളുടെ മധ്യ അതിശക്തിയോടെ ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരേറ്റുകയാണ്. പിന്നെയും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ പ്രസ്ഥാനത്തെ, അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഇതിന് നേതൃത്വം കൊടുക്കുന്നതിൻ്റെ ദാസന്മാരെ അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ ഏൽപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട ടി ജെ സാമുവൽ സാറിനായി പ്രാർത്ഥിക്കുന്നു. ദാസനെ അനുഗ്രഹിക്കണമേ. എക്സിക്യൂട്ടീവ് കമ്മിറ്റിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇതിന് കർത്താവ് ഇന്നത്തെ യോഗം നിയന്ത്രിക്കുന്ന കർത്താവിൻ്റെ ദാസൻ പാസ്റ്റർ ജോസ് തോമസിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന ദാസനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്നു. വിശേഷാൽ എടുക്കപ്പെട്ട സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്ര. എല്ലാ കരങ്ങളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ സാമ്പത്തിക ആവശ്യങ്ങളുടെ മേൽ അങ്ങയുടെ കരം പകരണമേ. നാം നന്നായി അനുഗ്രഹിക്കുന്ന ദൈവം, ഞങ്ങളെ നന്നായി കരുതുന്ന ദൈവത്തിന്റെ കരങ്ങൾ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഗാനങ്ങൾ പാടുവാൻ ഞങ്ങളെ അനുഗ്രഹമേ. നിർദാസന്മാരെ ഒരുക്കിയതിനാൽ സ്തോത്ര. സകല നിലയിലും ഞങ്ങളെ അനുഗ്രഹിച്ച ദൈവത്തിന് സർവ്വമാനവും മഹത്വം അർപ്പിക്കുന്നു. തുടർന്നും ഞങ്ങൾ അങ്ങയുടെ വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ പിന്നെ ഞങ്ങൾ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കൃപ ചെയ്യും യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. കർത്താവ് നമ്മെ ഇന്ന് രാത്രി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട കോശവേദിൻ സാൽ കൂടെ വളരെ അനുഗ്രഹീതമായ തിരുവചനം ഇന്ന് രാത്രി കേൾക്കുവാൻ കർത്താവ് നമ്മെ സഹായിച്ചു. തുടർന്നും നാം ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ബഹുമാനപ്പെട്ട ഫിലിപ്പ് സാറ് അസംബ്ലീസ് ഓഫ് ഗോഡ് പ്രസ്ഥാനത്തോടുള്ള ബന്ധത്തിൽ വിവിധ നിലകളിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ ബഹുമാനി കർത്തൃദാസനാണ്. വളരെ അതിരന്യായ ദൈവദാസൻ ഇന്ന് രാത്രി തുടർന്ന് നമ്മുടെ ദൈവത്തിൻ്റെ വചനത്തിൽ സൂക്ഷിക്കും. എല്ലാവർക്കും കരങ്ങളെ അടിച്ച് കർത്താവിൻ്റെ ദാസനെ സ്വാഗതം ചെയ്യാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ശുശ്രൂഷയ്ക്ക് അനുഗ്രഹീതമായ നേതൃത്വം നൽകുന്ന പാസ്റ്റർ ജോസ് തോമസ്, നമ്മുടെ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പാസ്റ്റർ ടി ജെ സാമുവൽ തുടങ്ങി ബഹുമാന്യരായ സഹശുശ്രൂഷകന്മാർ, മേഖലാ ഡയറക്ടേഴ്സ്, സെക്ഷൻ പ്രസ്ബിറ്റേഴ്സ്, സഹശുശ്രൂഷകന്മാർ, പിതാക്കന്മാർ, മാതാക്കൾ, സുവിശേഷ സ്നേഹികളായ പുനലൂർ ദേശവാസികൾ, നിങ്ങളെ എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ വന്ദനം ചെയ്യുന്നു. ഇന്ന് രാത്രി തുടർന്നുള്ള അല്പസമയങ്ങൾ കൂടെ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം, ശ്രദ്ധിക്കാം. ജോർജ് വർക്കി ദീർഘവർഷങ്ങളായി കർത്താവിൻ്റെ അനുഗ്രഹീതമായ സുവിശേഷത്തിന് സാക്ഷ്യം വഹിക്കുന്ന വാത്സല്യ സഹോദരനാണ്. അദ്ദേഹത്തോടും കുടുംബത്തോടും ഒരുമിച്ച് അവരായിരിക്കുന്ന രാജ്യത്ത് ചെന്ന് പാർക്കാനൊക്കെ അവസരം ലഭിച്ചു. അതുപോലെ പലയിടങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ കർത്താവിന് സ്തോത്രം കരേറ്റുന്നു. ഇന്ന് രാത്രിയിലെ അല്പസമയത്തെ നമ്മുടെ ധ്യാനത്തിനായി 2 കൊരിന്ത്യർ ലേഖനം 4-ാം അധ്യായം 7 മുതൽ ഉള്ള വാക്യങ്ങൾ. ഇവിടെ മാത്രമല്ല, ഈ വെബ്സൈറ്റിൽ കൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന വിദേശ രാജ്യങ്ങളിലും സ്വദേശ രാജ്യത്തും ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ സഹോദരന്മാരെയും സഹോദരിമാരെയും ഞാൻ വിശേഷാൽ വന്ദനം ചെയ്യുകയാണ്. 2 കൊരിന്ത്യർ ലേഖനം 2 Corinthians chapter 4 verse 7 ഫോളോയിങ്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നുള്ളത്. ഞങ്ങൾ സകല വിധത്തിലും കഷ്ടം സഹിക്കുന്നവരെങ്കിലും ഇടുങ്ങിയിരിക്കുന്നില്ല, ബുദ്ധിമുട്ടുന്നവരെങ്കിലും നിരാശപ്പെടുന്നില്ല, ഉപദ്രവം അനുഭവിക്കുന്നവരെങ്കിലും ഉപേക്ഷിക്കപ്പെടുന്നില്ല, വീണുകിടക്കുന്നവരെങ്കിലും നശിച്ചു പോകുന്നില്ല. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഇന്ന് രാത്രി വചനത്തിൽ ശുശ്രൂഷിക്കുന്നതിന് മുൻപായി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവദാസന്മാർ, ദാസിമാർ, സഹശുശ്രൂഷകന്മാർ, നിങ്ങളോട് ആദ്യമായി ഞാൻ നന്ദി അറിയിക്കട്ടെ. ഞാനും എൻ്റെ ഭാര്യ ലീലാമ്മയും ഒക്ടോബർ മാസം 31-ാം തീയതി ബോംബെയിൽ ഒരു മീറ്റിങ്ങിനായി എത്തി. അവിടെ ഞങ്ങളുടെ ഒരു ഭവനത്തിലായിരിക്കുമ്പോൾ എനിക്ക് ഒരു അസുഖമുണ്ടായി. അസുഖത്തിൻ്റെ വിവരണങ്ങളൊന്നും അറിഞ്ഞുകൂടാ. ഏതാണ്ട് 17 ദിവസം ബോംബെയിലുള്ള ഹോസ്പിറ്റലിലും തിരുവനന്തപുരത്തുമായി ഞാൻ ആയിരുന്നു. ആ ദിവസങ്ങളിലും അതിനുശേഷവും ഞങ്ങൾക്കായി നിരന്തരം പ്രാർത്ഥിച്ച അനേകരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നന്ദി പറയും. ചിലരൊക്കെ പറഞ്ഞു, സാറ് ഫിലിപ്പ് സാറ്, ചിലരെന്നെ സാറെന്ന് വിളിക്കും, ചിലരെന്നെ പാസ്റ്ററെന്ന് വിളിക്കും. ഓട്ടെ, നിങ്ങളുടെ ബഹുമാന സൂചകമായ സംബോധനയ്ക്ക് ഒക്കെ നന്ദി. സംസാരിപ്പാൻ സാധ്യമല്ല, ആളുകളെ കാണുന്നില്ല,
ഒക്ടോബർ മാസം 31-ാം തീയതി എനിക്ക് അസുഖമായി. അന്ന് മുതൽ നാളിതുവരെ രാത്രി ഉറങ്ങുമ്പോൾ മാത്രമേ ഉള്ളൂ ഞാൻ സംസാരിക്കാത്തത്. ബാക്കിയുള്ള സമയങ്ങളൊക്കെ ആളുകളെ കാണുമ്പോൾ സംസാരിക്കാനൊക്കെ ദൈവം അവസരം തന്നിട്ടുണ്ട്. അങ്ങനെ ദൈവം എനിക്ക് ആരോഗ്യവും ബലവും സൗഖ്യവും നൽകി. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് രാത്രി നിങ്ങളുടെ മധ്യം നിൽക്കുന്നത്. ഞാൻ ആ രോഗക്കിടക്കയിലായിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വീണ്ടും വീണ്ടും എൻ്റെ മനസ്സിൽ, എൻ്റെ ആത്മാവിൽ എന്നോട് സംസാരിച്ച വേദഭാഗമാണ് ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ബട്ട് വി ഹാവ് ദിസ് ട്രഷർ ഇൻ ജാഴ്സ് ഓഫ് ക്ലേ ടു ഷോ ദാറ്റ് ദിസ് ഓൾ സർപ്പാസിംഗ് പവർ ഈസ് ഫ്രം ഗോഡ് ആൻഡ് നോട്ട് ഫ്രം അസ്. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുൻപ് പാസ്റ്റർ എ വി മാത്യു എന്ന ദൈവദാസൻ പ്രാർത്ഥന നടത്തുമ്പോഴാണ് ഞാൻ പരിശുദ്ധാത്മസ്നാനം പ്രാപിച്ചത്. അന്ന് പെന്തക്കോസ്തുകാരനായിരുന്നില്ല, ഇവാഞ്ചലിക്കിലേക്ക് വരാനുള്ള പുറപ്പാടിൽ ഒക്കെ ആയിരുന്നു. ഞങ്ങളുടെ കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ഒരു കർഷകൻ്റെ മകനാണ് ഞാൻ. ഞങ്ങളുടെ ദേശത്ത് നേരത്തെ ഒരു കൂട്ടം പെന്തക്കോസ്തുകാരുണ്ടായിരുന്നു, ഇപ്പോഴും അവരുണ്ട്. പക്ഷേ ചിലരൊക്കെ ദൈവശക്തിയിൽ നിറഞ്ഞ് മുന്നോട്ട് വരുവാൻ ഇടയായി. പള്ളിയുണ്ട്, പട്ടക്കാരുണ്ട്, പലതുമുണ്ട്. പക്ഷേ ആ പള്ളിക്കകത്തോ പട്ടക്കാരുടെ ചൊല്ലിനകത്തോ ദൈവശക്തി കാണുവാൻ എനിക്ക് കഴിഞ്ഞില്ല, അനുഭവിപ്പാൻ കഴിഞ്ഞില്ല. ഇന്നേക്ക് 50 വർഷങ്ങൾക്ക് മുൻപ് ദൈവശക്തി പ്രാപിച്ചു, പരിശുദ്ധാത്മശക്തി പ്രാപിച്ച് അസംബ്ലീസ് ഓഫ് ഗോഡ് കൂട്ടായ്മയിലേക്ക് വരുവാനിടയായി. 50 വർഷങ്ങളുടെ പിന്നിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്ക് പറയാൻ കഴിയും, ഇതുവരെ എന്നെ നടത്തിയ എൻ്റെ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ഇത് സ്വന്തം ശക്തിയല്ല, ദൈവത്തിൻ്റെ ശക്തിയാണ്. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, സഹോദരിമാരെ, നാളിതുവരെ നിങ്ങൾ നിന്നതും നിങ്ങൾ പ്രവർത്തിച്ചതും നിങ്ങളായിരുന്നതും സ്വന്തം ബലം കൊണ്ടല്ല, ദൈവത്തിൻ്റെ ബലം കൊണ്ട് എന്ന് സന്തോഷത്തോടെ പറയാൻ കഴിയുന്ന ദൈവജനങ്ങൾ കൈകൾ ഉയർത്തി വായി തുറന്ന് ദൈവത്തിന് സ്തോത്രം കരേറ്റണം. താൻ സ്ഥാപിച്ച കൊരിന്ത്യ സഭക്കാർ തന്നെ നിന്ദിക്കുകയാണ്, തന്നെ എതിർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ ഈടുറ്റതാണ്. പക്ഷേ ഇവിടെ വന്നാൽ ഈ സഭയിൽ പ്രവേശിപ്പിക്കത്തില്ല. ജീവിതത്തിൽ തന്നെ നിന്ദിച്ച് വിഷമിപ്പിച്ച് ആക്രമിക്കുന്ന ഒരു കൂട്ടം ആളുകൾ. 1 കൊരിന്ത്യ ലേഖനം വായിച്ചു നോക്കിയാൽ ഇതുപോലെ പ്രശ്ന സങ്കീർണമായ ഒരു സഭയുണ്ടോ? സഭ നേതാവാണ്. ഇതിൻ്റെ മധ്യത്തിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ തക്കവണ്ണം കഴിയും? 2 കൊരിന്ത്യർ 4:1 പറയുന്നു, ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉള്ളത് കൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടുന്നില്ല. 4-ാം അധ്യായം 16-ാം വാക്യം, ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യന് ക്ഷയിച്ചു പോകുകയാണ്. ദൈവവേലയ്ക്ക് ഇറങ്ങി, ദൈവത്തെ സേവിക്കാൻ ഇറങ്ങി പാസ്റ്റർമാരെ, സഹശുശ്രൂഷകന്മാരെ ഇറങ്ങിയതിനേക്കാൾ എല്ലാവരുടെയും ആരോഗ്യം കുറഞ്ഞിട്ടില്ലേ? എന്താ കാരണം? ശുശ്രൂഷയിലെ പ്രശ്നങ്ങൾ, ആളുകളുടെ നിന്ന, പരിഹാസം, ശാരീരിക ക്ലേശങ്ങൾ, പട്ടിണി, ബുദ്ധിമുട്ട്, ഇതൊക്കെ കാണുമ്പോൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ അധൈര്യപ്പെട്ടു പോകത്തില്ലേ? നിരാശപ്പെട്ടു പോകത്തില്ലേ? ലോകത്തിൽ പലരും ജീവിതത്തിൽ നിരാശ വന്നാൽ ജീവിതം അവസാനിപ്പിക്കുന്നവരാണ്. ഭൗതികതയ്ക്കും സെക്സ് അല്ലെങ്കിൽ ലൈംഗിക സുഖത്തിനും അപ്പുറമായി ജീവിതത്തിൽ മറ്റൊന്നുമില്ല എന്ന് പറഞ്ഞ് ലോകത്തിൽ സൈക്കോളജിസ്റ്റിനെയും സൈക്യാട്രിസ്റ്റിനെയും ഒക്കെ ആവേശമായ തത്വങ്ങൾ കൊടുത്ത സിഗ്മണ്ട് ഫ്രോയിഡ് 21 മില്ലിഗ്രാം വിഷം, മോർഫിൻ, ഡോക്ടർ മാക്സ്യൂർ എന്ന് പറഞ്ഞ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങി അത് കഴിച്ച് ആത്മഹത്യ ചെയ്തു. ഡോക്ടറാണ്, സൈക്കോളജിസ്റ്റാണ്. നിരാശ. ഈ ദിവസങ്ങളിലൊക്കെ നമ്മൾ വർത്തമാന പത്രങ്ങളിൽ കാണുന്നു, ഇവർക്ക് പണമുണ്ട്, ഇവർക്ക് സൗന്ദര്യമുണ്ട്, ഇവർക്ക് ലോകം കൊടുക്കാവുന്ന എല്ലാം ഉണ്ട്, ആഡംബര ഹോട്ടൽ തുടങ്ങി എല്ലാം ഉണ്ട്. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പല ആളുകളും പുറമേ നോക്കിയാൽ അവരുടെ ജീവിതത്തിലൊക്കെ ശരീരത്തിൽ ആരോഗ്യമുള്ളവരാണ്, പക്ഷെ ജീവിതം തകർന്നവരായി നിരാശയുടെ അടിത്തട്ടിൽ ആത്മഹത്യയ്ക്കു വേണ്ടി ഒരുങ്ങാൻ പോലും താല്പര്യമുള്ള പലര് ഉണ്ടായിരുന്നേക്കാം. പക്ഷെ ഇന്ന് രാത്രി ഓർക്കണം,
നിങ്ങളുടെ നിരാശയുടെ ശക്തി, നിങ്ങളുടെ ശരീരത്തിൻ്റെ ക്ഷീണം, ജീവിതത്തിൽ നിങ്ങൾ ഏറ്റുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികൾ, ഇതൊക്കെ ഓർക്കുമ്പോൾ ഇനി ശുശ്രൂഷ വേണ്ട, ഇനി ക്രിസ്തീയ ജീവിതം വേണ്ട, ഇനി ജീവിതം അവസാനിപ്പിച്ചാൽ മതിയെന്ന് പറയുന്നവരോട് പറയട്ടെ, നിങ്ങളെ തകർക്കുവാൻ പിശാചിൻ്റെയും ജീവിതത്തിൻ്റെയും ശക്തി പരിശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ ശക്തിക്ക് അതീതമായി നിങ്ങളെ ഉയർത്തുന്ന വെല്ലുവിളികളെ വിജയമാക്കി തീർക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഇന്ന് രാത്രി കൂടാരത്തിനകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. പറയുകയാണ് ഈ അത്യന്ത ശക്തി. എന്താ ഈ അത്യന്ത ശക്തി എന്ന് പറയാൻ കാരണം? അളവ് വെച്ച് നോക്കിയാൽ ഈ ശക്തിയെ പോലെ അത്യുന്നതമായ ഒരു ശക്തിയില്ല. വേറൊരു ശക്തിയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇതിനപ്പുറം വേറൊരു ശക്തിയില്ല. പ്രവർത്തനക്ഷമതയുമായി താരതമ്യപ്പെടുത്തി നോക്കിയാൽ ഇതുപോലെ ഒരു ശക്തിയില്ല. ഗ്രീക്കിൽ മൂലഭാഷയിൽ ഇതിന് ഡുനാമിസ് എന്നാണ് പറയുന്നത്. ശക്തിയുണ്ട്, എനർജി ഉണ്ട്, ഊർജമുണ്ട്, അതുപോലെ തന്നെ ബലമുണ്ട്. ഇവിടെ പറയുന്നത് ശക്തിയുടെ പവർ ഇൻ ആക്ഷൻ, ശക്തി പ്രവർത്തന മണ്ഡലത്തിൽ എന്നാണ്. ഈ ശക്തിയോട്, ദൈവശക്തിയോട്, ഈ ദൈവശക്തി ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മ ശക്തിയായി വ്യാപരിക്കുമ്പോൾ പറയുന്നു, ലോകത്തിലെ ഒരു ശക്തിക്കും അടിച്ചമർത്താൻ, ലോകത്തിലെ ഒരു ശക്തിക്കും തകർക്കാൻ, ലോകത്തിലെ ഒരു ശക്തിക്കും നിങ്ങളെ തടയിടുവാൻ കഴിയാത്ത ഒരു ശക്തി ഇന്ന് രാത്രി ഇവിടെ വ്യാപരിക്കുന്നെങ്കിൽ പണത്തിൻ്റെ ശക്തിയല്ല, രാഷ്ട്രീയ ശക്തിയല്ല,